ഫസ്റ്റ് ക്വാർട്ടർ തന്നെയാണ്. അതായത് മാർച്ച് ഏപ്രിലോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് വയറും വാനത്ത് വയറും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സക്സസ് ആക്കി കൊണ്ടുവരാൻ സാധിക്കുമെന്ന് 100% ഉറപ്പുള്ള റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഈ ബിസിനസ്സിൽ ഇറങ്ങിയത്. ഇനി കേരള ഗവൺമെന്റിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് ടൈപ്പ് ചെയ്ത് കൊണ്ടുപോകാനും ഇത് പ്രവാസികളാൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന, പ്രവാസികളാൽ നടത്തപ്പെടുന്ന, പ്രവാസികളുടെ ഒരു എയർലൈനായിട്ട് തന്നെ നടത്താൻ പറ്റണമെന്നുള്ളതാണ്. പിന്നെ തൊഴിലവസരങ്ങളിൽ ആദ്യ വർഷം ഏകദേശം 350 മലയാളികൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. 100% ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രവാസികൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഐ തിങ്ക് ഇസ് എ ബെറ്റർ ടു ബി ചില കാര്യങ്ങൾ ഇപ്പം ഡിസ്കസ് ചെയ്യേണ്ടതല്ലേ. നിങ്ങൾ ഇന്നത്തെ പ്രസ് മീറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വന്നൊരു സംഭവം അൺപ്രൊഫഷണൽ ആയിട്ടാണ് ഇത് പോകുന്നത് എന്ന് പറഞ്ഞ് 1-2 കമന്റ്സുകളൊക്കെ കണ്ടിരുന്നു. കൺഫേം ആയ ശേഷമാണ് ഇത് തീരുമാനിച്ചത്. ഇതിന്റെ ടീം ആരാണ്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രൊഫഷണലോ അല്ലെങ്കിൽ അൺപ്രൊഫഷണലോ മലയാളികളുടെ കോൺസെപ്റ്റാണ്. അപ്പൊ ഇതിന് 2 വർഷങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ പലതും എന്താ പറയുക, അതിനൊന്നും മറുപടി കൊടുക്കാൻ നമ്മളും ബാധ്യസ്ഥരല്ല. കാരണം പലരും പല ചോദ്യങ്ങളും ചോദിക്കാൻ. ബേസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഒടുവിൽ അത് സഫലമാകാൻ പോവുകയാണ് എയർ കേരള. എയർ കേരളയുടെ ചെയർമാൻ അഫീഫ്റ്റി, അതേപോലെ അതിൻ്റെ വൈസ് ചെയർമാൻ അയ്യൂബ്, രണ്ടുപേർക്കും സ്വാഗതം. പ്രവാസികൾ, പ്രത്യേകിച്ച് മലയാളികൾ, വർഷങ്ങളോളമായി കാത്തിരുന്ന ഒരു സ്വപ്നമാണ് അതിൻ്റെ ഒരു ആദ്യഘട്ടം പിന്നിട്ടു എന്ന് വേണം നമുക്ക് പറയാവുന്നത്. എങ്ങനെയായിരുന്നു ഈ യാത്ര? എന്ന് പറയുക, ഇതൊരു വിഷന്റെ പിന്നിലുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മളതിൽ പകുതി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി AOC എന്നുള്ളൊരു കടമ്പയാണ്. അപ്പോൾ അതിൻ്റെ യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും കരുതും പോലെ ഒരു ഏവിയേഷൻ ബിസിനസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ പിന്നിൽ വളരെ കൂടുതൽ പരിശ്രമമായ വർക്ക് ആവശ്യമുണ്ട്. അതൊക്കെ ചെയ്ത് അതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വെരി സൂൺ വി ഗോയിങ് ടു ഗെറ്റ് AOC. ആകാശത്തേക്ക് പറക്കാൻ തയ്യാറായി എന്ന് പറയാം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാസികളുടെ ഒരു പ്രശ്നത്തെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് വലിയ ചലഞ്ച് കൂടിയാണ്. ഇങ്ങനെ ഒരു തോട്ട് എങ്ങനെ വന്നു? കാരണം കേരള ഗവൺമെന്റ് ഉൾപ്പെടെ ഇത്തരം ഒരു ചിന്തയും ഇത്തരത്തിലുള്ള ആലോചനകളും ഒക്കെ തുടങ്ങിയിരുന്നെങ്കിലും അത് പ്രായോഗികമായിട്ട് സംഭവിച്ചിട്ടില്ല. കാരണങ്ങൾ പലതായിരിക്കാം. ഇങ്ങനെ ഒരു തോട്ട് എങ്ങനെ വന്നു? തോട്ട് നമ്മളൊക്കെ പ്രവാസികളാണ്. ഞാനും ഏകദേശം 30 വർഷത്തോളമായി. അയ്യൊക്കെ ഏകദേശം 35 വർഷമായി. അപ്പം ഇത്രയും വർഷങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പേര് തന്നെയാണ് സീസൺ സമയത്തുള്ള ഫെയർ ഇൻക്രീസും കാര്യങ്ങളും. പിന്നെ ഞാനും ഏകദേശം ഈ ഫീൽഡിൽ 27 വർഷമായി. അപ്പം അന്ന് തൊട്ടേ എയർലൈനുമായിട്ട് എൻ്റെ ഒരു ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് അതിനൊരു പിരിശമുണ്ട്, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യണം. അപ്പം 2023 ഒരു B2C പോർട്ടലുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഡൊമൈൻ സെർച്ച് ചെയ്യുമ്പോഴാണ് airkerala.com എന്ന ഡൊമൈൻ ഫോർ സെല്ലബിൾ എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയത്. അവിടെ നിന്നാണ് ഇതൊരു തുടക്കം. അപ്പം എന്തുകൊണ്ട് അത് വാങ്ങി അങ്ങനെ ഒരു എയർലൈൻ തന്നെ തുടങ്ങിക്കൂടാ എന്നുള്ള ചിന്തയിൽ ആ സമയത്ത് ഞാൻ എൻ്റെ സഹോദരത്തിനെ സ്നേഹിക്കുന്ന അയ്യൂബ് ഖാനെ പോയി കണ്ടു. അയ്യൂബ് ഖാനോട് ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിച്ചു. അയ്യൂബ് ഖാന് ലെറ്റ് സ്റ്റാർട്ട്, നമുക്ക് തന്നെ ആയിക്കോട്ടെ തുടങ്ങുന്നത്. അങ്ങനെയാണ് ഇത് തുടക്കം. കാരണം പലപ്പോഴും പല ആലോചനകൾ നടന്നിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ ഇത് സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നു. പക്ഷെ ആളുകൾക്ക് ഈ ഇൻഡസ്ട്രിയെ കുറിച്ചോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അകാരണമായ ഭയമോ അല്ലെങ്കിൽ ഇതിന് വേണ്ടി വരുന്ന വലിയ മൂലധനത്തെ കുറിച്ചൊക്കെ ആലോചിച്ചത് കൊണ്ടാവാം ഒരു പക്ഷെ അത്തരം ഒരു സംരംഭം, ഒരു ആലോചന എന്നതിനപ്പുറത്തേക്ക് പ്രായോഗികമായ രീതിയിൽ സംഭവിക്കാതെ പോയത്. എന്തായാലും ഇതൊരു ചലഞ്ചാണ്. ദീർഘമായ ഒരു സ്റ്റഡി, നിങ്ങളൊരു കേസ് സ്റ്റഡി നടത്തിയിട്ടുണ്ടാവുമല്ലോ. ആ കേസ് സ്റ്റഡിയുടെ ഒരു കാര്യം എങ്ങനെയായിരുന്നു? എല്ലാവരും പറയും പോലെ ഇതൊരു എയർലൈൻ ഫീൽഡിൽ ഒരു വ്യക്തി ഏത് ബിസിനസ് ആയാലും ഇറങ്ങുമ്പോൾ അതിനൊരു ഫീസിബിൾ റിപ്പോർട്ട് എടുക്കും. അങ്ങനെ എടുത്തപ്പോൾ നമുക്ക് തോന്നി ഇത് നമ്മളെ കൊണ്ട് പറ്റും. കാരണം ഈ പറഞ്ഞ് കേൾക്കുന്ന ന്യൂസിന് അത്രോളം ഭയമല്ല. ഈ ഒരു മേഖലയിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സക്സസ് ആക്കി കൊണ്ടുവരാൻ സാധിക്കുമെന്ന് 100% ഉറപ്പുള്ള റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഈ ബിസിനസ്സിൽ ഇറങ്ങിയത്. അപ്പോൾ എന്തുകൊണ്ടും പ്രവാസികൾക്ക് നാളെ തുണയാകുന്ന ഒരു എയർലൈൻസായി മാറാൻ നമുക്ക് സാധിക്കുമെന്ന് 100% ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങിയതാണ്. ഇൻഷാ അല്ലാഹ് അത് നിർബന്ധമായും നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പറയുന്നില്ല, നമ്മളൊരു ഉദ്യാനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നന്മയാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ ഭയപ്പെടേണ്ടതില്ല. ബാക്കിയെല്ലാം ദൈവം സാധിച്ചു തരും. ആ ഒരു വിശ്വാസം അത് തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് പോകുന്നൊരു നമ്മുടെ മുന്നോട്ടുള്ള ഒരു ധൈര്യവും അത് തന്നെയാണ്. എയർ കേരള എന്ന് പറഞ്ഞ് കേരള ഗവൺമെന്റ് തന്നെ ഒരു ആലോചനയും ചില സംരംഭങ്ങളും ഒക്കെ തുടങ്ങിയിരുന്നു. പക്ഷെ അതുമായി നിലവിൽ ഇതിന് ഏതെങ്കിലും രീതിയിൽ കണക്ഷൻ നിലവിലുണ്ടോ? നിലവിൽ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. കാരണം ഇനി വന്നുകൂടായികയില്ല. കാരണം അങ്ങനെ ഒരു സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊരു ഡൊമൈൻ മേടിച്ച സമയത്ത് തന്നെ പറഞ്ഞതാണ്, ഇനി കേരള ഗവൺമെന്റിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് ടൈപ്പ് ചെയ്ത് കൊണ്ടുപോകാനും
ഇനിയിപ്പം അവർക്കത് മുഴുവനായി നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതുമായി സഹകരിച്ച് ഞങ്ങളത് നടത്തി കൊടുത്ത് അതിന് ശേഷം മാറി നിൽക്കാനൊക്കെ നമ്മൾ തയ്യാറായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. കാരണം നമുക്കിതൊരു പ്രവാസികൾക്ക് ഒരു എയർലൈൻ കണ്ടു കിട്ടണം. അതായത് ഒരു എയർലൈൻസ് പ്രവാസികളുടെ എയർലൈനായിട്ട് ഇത് വരണം. ഇത് പ്രവാസികളാൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന, പ്രവാസികളാൽ നടത്തപ്പെടുന്ന, പ്രവാസികളുടെ ഒരു എയർലൈനായിട്ട് തന്നെ നടത്താൻ പറ്റണം എന്നുള്ളതാണ്. ഇതിന്റെ കൊച്ചി ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഇതിന്റെ ഒരു ആസ്ഥാന രീതി നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നിലവിൽ കൊച്ചിയാണ്. നിലവിൽ നമ്മൾ കൊച്ചിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ചേഞ്ചിന് ഇപ്പോൾ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് പല റൂൾസ് റെഗുലേഷൻസ് കൊച്ചി സിവിൽ ഏവിയേഷന്റെ നിയമാവലികളൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ എന്തെങ്കിലും ചാലഞ്ച് വരാണെങ്കിൽ ചിലപ്പം ബേസ് മാറ്റിക്കൂടായില്ല, അതിനും സാധ്യതയുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇനീഷ്യലി നമ്മൾ ഉദ്ദേശിക്കുന്ന മേഖല കൊച്ചി തന്നെ, അതിലെ റേറ്റ് ഓഫീസ് കൊച്ചി തന്നെയാണ്, ഹെഡ് ഓഫീസ് കൊച്ചി തന്നെയാണ്. കൊച്ചി ആയിരിക്കും. പിന്നെ ഇത് ഒരു വലിയ തൊഴിലവസരം കൂടി തുറക്കുകയാണ്. അർത്ഥത്തിൽ മലയാളികൾക്ക് കൂടുതൽ പ്രിഫറൻസ് സ്വാഭാവികമായി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത് തുറന്നു തരുന്ന ഒരു വലിയൊരു തൊഴിലവസരം കൂടിയുണ്ട്. അത് എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞോ? ഈ കീ പോസ്റ്റുകളിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ഒക്കെ എന്താണ് അതിന്റെ ഒരു നിലവിലെ സിറ്റുവേഷൻ? കീ പോസ്റ്റ്, അതായത് CEO ഉൾപ്പെടെയുള്ള. അതൊക്കെ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. അവരുമായിട്ട് സംസാരം നടക്കുകയാണ്. ഏകദേശം അത് വരും ദിവസങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ തൊഴിലവസരങ്ങളിൽ ആദ്യ വർഷം തന്നെ ഏകദേശം 350 മലയാളികൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. വരും വർഷങ്ങളിൽ അത് 2000 തൊട്ട് 5000 ആൾക്കാരിലേക്ക് എത്തും. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഫിസിബിലിറ്റി റിപ്പോർട്ട്. എത്ര സ്റ്റാഫ് വേണമെന്ന് പറയുമ്പോൾ അത് ആ ഒരു ലെവലിലേക്ക് നമ്മൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു മേഖല തന്നെയാണ്. ഇത് ഔട്ട് ചെയ്ത സമയത്ത് ഏവിയേഷൻ ഫീൽഡിൽ നിലവിലുള്ള ആളുകൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടാവും. കൂടുതൽ ആളുകൾ ഇതിനെ വളരെ സ്വാഗതം ചെയ്യുകയും അതേപോലെ വളരെ പ്രതീക്ഷയോടെ കൂടി കാണുകയും ഇത് പറക്കണമെന്ന് ആഗ്രഹം ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ വളരെ കുറഞ്ഞ ആളുകൾ സ്വാഭാവികമായി ഈ ഏവിയേഷൻ ഫീൽഡിലെ കുറെ ദുരനുഭവങ്ങളെ ഓർത്തോ അല്ലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് സംഭവിക്കില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. ഇത് ഔട്ട് ചെയ്ത സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്ന ഈ ഫീഡ്ബാക്കുകൾ നിങ്ങൾ ഒരു അനലൈസ് ചെയ്തിരുന്നോ? 100% ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രവാസികൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ മുന്നോട്ട് പോകുക, എന്തുണ്ടെങ്കിലും ഞങ്ങൾ പിന്നിലുണ്ട് എന്നുള്ള ധൈര്യം തന്നെയാണ്. പലരും ഈവൻ ചെറിയ ചെറിയ തുക ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർ പോലും ഞങ്ങൾക്കും അതിൻ്റെ ഭാഗമാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും. അപ്പോൾ എന്തുകൊണ്ടും ഇത് പ്രവാസികൾ 90% ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് അവിടെ ഇതിന്റെ പ്രതികരണം ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് 100% സക്സസ്ഫുൾ തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ചോളം അവർക്ക് ഇങ്ങനെ ഒരു എയർലൈൻ ആവശ്യമുണ്ട്. അങ്ങനെ എയർലൈനിന്റെ ഒരു യാത്ര, അതിലൊന്ന് യാത്ര ചെയ്യണം, സ്വന്തമായി അങ്ങനെ ഒരു എയർലൈനിന്റെ യാത്ര ചെയ്യണം എന്നൊരു ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങൾ പ്രവാസികൾ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് തന്നെ പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി ഇതിന്റെ കുറെ ബിസിനസ് സ്ട്രാറ്റജികൾ ഉണ്ടാവുന്ന ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോ ഒരു പ്രവാസിക്ക്, വളരെ സാധാരണക്കാര ഒരു പ്രവാസിക്ക് ഇതിൽ പണം മുടക്കാനോ ഇതിന്റെ ഷെയർ എടുക്കാനോ സൗകര്യവും സംവിധാനവും ഉണ്ട്? എങ്ങനെയാണ് ഇതിന്റെ ഒരു മൂലധന സൗകര്യങ്ങളും സംവിധാനങ്ങളും? ഞങ്ങൾ അതിനുള്ള സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ CS നമുക്ക് കൺസൾട്ടന്റുമാരുണ്ട്. ഇതിന്റെ പോസ്റ്റ് ഓർഡേഴ്സ് ഉണ്ട്. പോസ്റ്റ് ഓർഡേഴ്സ് റീസെന്റ് ആയിട്ട് ആവശ്യം പറഞ്ഞ മാതിരി നമ്മൾ ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓർഡേഴ്സ് വരും. എന്നിട്ട് നമ്മൾ സ്ട്രാറ്റജി പ്ലാനിങ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ അതിനെ ആലോചിക്കുന്നുള്ളൂ. അതിന്റെ വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അടുത്ത് തന്നെ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ആദ്യഘട്ടത്തിൽ ഡൊമസ്റ്റിക് സർവീസ് ആയിരിക്കും ഉണ്ടാവുക, അതിനുശേഷം ഇന്റർനാഷണൽ എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ആ രീതിയിലാണ് താൻ. അപ്പോൾ ഈ ഡൊമസ്റ്റിക് എന്ന് വെച്ചാൽ ഈ ഇന്ത്യയിൽ ഉടനീളമുള്ള ഡൊമസ്റ്റിക് സർവീസുകൾ എല്ലാ എയർപോർട്ടുമായി കണക്ട് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. പാൻ ഇന്ത്യനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനീഷ്യലി സൗത്ത് ഇന്ത്യ ആയിരിക്കും ഇനീഷ്യലി ഇമ്മീഡിയറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത് ഗ്രാജുവലി നമ്മൾ പാൻ ഇന്ത്യ ആണ് പ്ലാൻ ചെയ്യുന്നത്. ആസ് വെൽ ആസ് 20 ഇപ്പം ഇന്ത്യൻ നിയമപ്രകാരം 20 എയർക്രാഫ്റ്റ് വേണം ഇന്റർനാഷണൽ പോകണമെങ്കിൽ. അത് എത്തിയോണ്ട് തന്നെ നമ്മൾ ഇന്റർനാഷണൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എയർ കേരളയുടെ ആദ്യത്തെ വിമാനം വാനിലേക്ക് ഉയരുന്ന നിമിഷം വളരെ ചരിത്രപ്രധാനമായ നിമിഷമായിരിക്കും. അതെന്ന് സംഭവിക്കും? നിങ്ങൾക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ? ഫസ്റ്റ് ക്വാർട്ടർ, അതായത് 2025 ഫസ്റ്റ് ക്വാർട്ടർ തന്നെയാണ്. അതായത് മാർച്ച് ഏപ്രിലോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഉയരും, വാനത്ത് ഉയരും, നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയും പ്രാർത്ഥനയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ പ്രാർത്ഥനയുടെ മുമ്പ് ഉണ്ടാകുക. അതിനുശേഷമായിട്ട് നമ്മൾ ഇന്റർനാഷണൽ സർവീസുകൾ, അത് 20 ഫ്ലൈറ്റ് നമ്മൾ ഡൊമസ്റ്റിക്കലി ഓപ്പറേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അത് 20 എയർക്രാഫ്റ്റ് എന്നാണോ നമ്മൾ പൂർത്തീകരിക്കുന്നത്, അതിനുശേഷമാണ് ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് ഇന്റർനാഷണൽ അപ്ലിക്കേഷൻ ഇടുകയും ഇന്റർനാഷണലിലേക്കുള്ള സോഴ്സ് എടുക്കുകയും. അപ്പോൾ അത് ആദ്യം ഈ 20 എയർക്രാഫ്റ്റ് എന്ന ഒരു കടമ്പ നമ്മൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പൊ നേരത്തെ ഇത്ര വർഷം സർവീസ് നടത്തുമെന്നുള്ള നിയമങ്ങളൊക്കെ അതൊക്കെ ഭേദഗതി ചെയ്തു. ഇപ്പം 20 എയർക്രാഫ്റ്റ് എന്നുള്ളതാണ് അതിന്റെ. ഇനിയും ഭേദഗതി ചെയ്തുകൂടായില്ല. ഗവൺമെന്റ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സാധ്യതയും നേരത്തെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യത. അങ്ങനെ ഗവൺമെന്റ് ഒരു അനുകൂല നിലപാട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള ശ്രമം നടത്തും.
ഈ വിമാനങ്ങൾ നമ്മൾ വാങ്ങിയോ? മീൻസ് ഒരാഗ്രഹമായിരിക്കും എല്ലാ മലയാളികളുടെയും, നമ്മുടെ കേരളയുടെ വിമാനങ്ങൾ വന്നത് നിങ്ങൾ മനസ്സിൽ കാണുന്നതിനപ്പുറത്ത് പ്രവാസികളും മലയാളികളും ഇതിന് കാത്തിരിക്കുന്ന ഒരു നിമിഷമാണിത്. ആ കൗതുകം കൊണ്ട് കൂടി ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പർച്ചേസും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അതെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ അതെല്ലാം വരും ദിവസങ്ങളിലാണ്. കാരണം കുറേ കാര്യങ്ങൾ ഇപ്പം ഡിസ്ക്ലോസ് ചെയ്യേണ്ട സമയമല്ല. അതുകൊണ്ട് തന്നെ പലതും നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യേണ്ടതായതുകൊണ്ട് അത് നിങ്ങൾക്ക് കിട്ടാനുള്ള ഇൻഫർമേഷൻസ് ഏകദേശം നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. വരും ദിവസങ്ങൾ നമ്മൾ അതുവഴി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തി നിങ്ങളുമായിട്ട്, കാരണം ഇത് പ്രവാസികളുടേതായതുകൊണ്ട് തന്നെ നമ്മളെ പ്രവാസികളുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് പ്രവാസികളുടെ അറിവിൽ വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഓരോ സ്റ്റെപ്പ്. അതുകൊണ്ട് ഇത് ഐ തിങ്ക് ഇസ് എ ബെറ്റർ ടു ബി ചില കാര്യങ്ങൾ ഇപ്പം ഡിസ്കസ് ചെയ്യേണ്ടത് തന്നെയാണ്. വളരെ കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റ് കൊടുത്ത് നമുക്ക് സക്സസ് ആക്കി മാറ്റാൻ പറ്റുമെന്ന് തന്നെയാണ് നിങ്ങളുടെ കേസ് സ്റ്റഡി പറയുന്നത്. അത് തന്നെയാണ്. കാരണം അതാണ് നമ്മുടെ ഒരു അൾട്രാ ലോ കോസ്റ്റ് സിസ്റ്റം കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഒരുപാട് മാതൃകകളുണ്ട്. അതൊക്കെ വെരിഫൈ ചെയ്തിട്ട് തന്നെയാണ് നമ്മളിങ്ങനെ തീരുമാനത്തിലെത്തിയത്. ഇതിൽ പണം മുടക്കാനും ഷെയർ എടുക്കാനും ഒക്കെ താല്പര്യപ്പെട്ട കുറെ ആളുകൾ പക്ഷേ നിങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം പ്രവാസ ലോകം പ്രത്യേകിച്ച് വലിയ ബിസിനസ് ടൈക്കൂണുകളുടെ ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ നിലവിൽ ആ രീതിയിലുള്ള മൂലധന സമാഹരണോ കാര്യങ്ങളോ ആലോചനയിലുണ്ടോ? അത് നിർബന്ധമായിട്ടും അങ്ങനെ ഒരു കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ട് എല്ലാവരോടും ഇപ്പം തൽക്കാലം. കാരണം ഇതിന് നമ്മൾ പറഞ്ഞല്ലോ, ഇതിന് കുറേ ഒരു കാര്യങ്ങൾ ഇപ്പം സമയമല്ല കറക്റ്റ് ഡിസ്കസ് ചെയ്യാൻ സമയം. അതുകൊണ്ട് അത് എൻക്വയറി വരുന്നവരോടെല്ലാം നമ്മൾ സ്വീകരിക്കുന്നത്, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫെർദർ സ്റ്റെപ്പുകൾ നമ്മൾ വരും ദിവസങ്ങളെ അറിയിക്കുമല്ലോ. കാരണം പലരും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞ ഒരു താഴക്കടയിൽ നിന്നോട്ട് ഏറ്റവും ഹൈ എൻഡ് ആൾക്കാർ വരെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഇതിലായിട്ട്. കാരണം കൂടുതലും പ്രവാസികളായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പ്രവാസികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു സംസാരമാണ് നടക്കുന്നത്. പ്രവാസികളുടെ ഒരു എയർലൈനാക്കി മാറണത്. അതുകൊണ്ട് ഫസ്റ്റ്ലി UAE ആയിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ GCC ആ രീതിയിൽ ഇന്റർനാഷണൽ സർവീസിന്റെ ഒരു കാര്യം വരും ദിവസങ്ങളിലേ പറയാൻ പറ്റില്ല. അതൊന്നും ഇപ്പം പറയേണ്ടത് ടു ഏർലി. അതിപ്പം അങ്ങനെ പല കാര്യങ്ങളും ടു ഏർലി. നമ്മുടെ നിങ്ങൾ ഇന്നത്തെ പ്രസ് മീറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വന്നൊരു സംഭവം, അൺപ്രൊഫഷണൽ ആയിട്ടാണ് ഇത് പോകുന്നത് എന്ന് പറഞ്ഞ് 1-2 കമന്റ്സുകളൊക്കെ കണ്ടിരുന്നു. സ്വാഭാവികമായി വലിയൊരു ടീം ഇതിനു വേണ്ടി വരും. ഒരു എയർലൈൻ നടത്തുന്ന പറയുന്നത് നമ്മൾ കുറച്ച് പേരല്ല, അതിന് വലിയ ആലോചനകളും സിസ്റ്റവും സംവിധാനവും ഒക്കെ വേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ പ്ലാനിങ്ങും നിങ്ങൾ ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ ഫുൾ, അതായത് കൺഫേം ആയ ശേഷമാണ് ഇത് തീരുമാനിച്ചത്. ഇതിന്റെ ടീം ആരാണ്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രൊഫഷണലോ അല്ലെങ്കിൽ അൺപ്രൊഫഷണലോ മലയാളികളുടെ കോൺസെപ്റ്റ് ആണ്. നമ്മളെ ബിസിനസ്സിലൊക്കെ വളരെയധികം സക്സസ് ആക്കി എടുത്ത വ്യക്തികളാണ്. ബിസിനസ് എന്ന് പറയുകയാണെങ്കിൽ ബിസിനസിന്റെ കോൺസെപ്റ്റ് എല്ലാം ഒരുപോലാണ്. പിന്നെ മേഖല ഡിഫറെന്റ് മാത്രം. അപ്പൊ അതിന് തയ്യാറെടുക്കാതെ നമ്മൾ ഈ ഒരു, കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഏകദേശം 30 വർഷമായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. UAE അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ പൾസർ, ഇന്ത്യക്കാരെ പ്രവാസികളുടെ എല്ലാ പൾസർ ഇന്ന് ആൾക്കാരെന്നുള്ള രീതിയിൽ നമുക്കതിന് തീർച്ചയായിട്ടും അതിന് പ്ലാൻ ഇല്ലാതെ ഒരിക്കലും നമുക്ക്, അതുമല്ല ഇത്രയും സെൻസിറ്റീവായ ഒരു മേഖലയ്ക്ക് ഇറങ്ങി തിരിക്കാൻ കഴിയില്ലല്ലോ. അത് സ്വാഭാവികമാണ്. അത് അപ്പൊ ഏതിന് 2 വർഷങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ പലതും എന്ന് പറയുക അതിനൊന്നും മറുപടി കൊടുക്കാൻ നമ്മളും ബാധ്യസ്ഥരല്ല. കാരണം പലരും പല ചോദ്യങ്ങളും ചോദിക്കാം. ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ അത്രേ ഉള്ളൂ. അതായത് ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾ 100,000 ഉണ്ടാക്കാം. അതിന് ഉത്തരവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എല്ലാവരുടെയും സ്വീകാര്യത നേടിക്കൊണ്ടാണ് ഇതുവരെ നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് സാധ്യമാട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നുള്ളത് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ്. കാരണം വെച്ചാൽ വരും ദിവസങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. എന്തായാലും പ്രവാസികളും മലയാളികളും ഒക്കെ ലോകം തന്നെ കാത്തിരിക്കുന്ന ആ നിമിഷം വളരെ പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായുള്ള എല്ലാ പിന്തുണയും ബേസ് മീഡിയയിൽ നിങ്ങൾക്ക് നൽകുന്നു. താങ്ക് യു.